വടക്കാഞ്ചേരി നഗരസഭയിലെ വികസന പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുന്നതിന് വേണ്ടി UDFും UDFിൻ്റെ കൗൺസിലർമാരും ബോധപൂർവം കൗൺസിൽ യോഗങ്ങളെ അലങ്കോലപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. വടക്കാഞ്ചേരി നഗരസഭ കഴിഞ്ഞ 8 വർഷക്കാലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് ഭരിക്കുന്നത് എന്നുള്ളതുകൊണ്ട് തങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയ നഗരസഭ തങ്ങൾക്ക് ലഭ്യമാവാത്തതിൻ്റെ ഭാഗമായിട്ടുള്ള ആ വിഷമം വികസന പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തിക്കൊണ്ട് ഇന്ന് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ ബോധപൂർവമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമുക്കറിയാം, ഗവൺമെൻറ് നടത്തുന്ന വിവിധങ്ങളായിട്ടുള്ള ഓഡിറ്റുകളുണ്ട്. ആ ഓഡിറ്റുകളൊക്കെ തന്നെ വളരെ കൃത്യമായ രീതിയിൽ അതിന് മറുപടി കൊടുത്തുകൊണ്ട് കൃത്യമായ രേഖകൾ സഹിതം അത് ലോക്കൽ ഫണ്ട് ഓഡിറ്റ് ആയാലും അഡ്മിനിസ്ട്രേഷൻ ഫണ്ട് ഓഡിറ്റ് ആയാലും അതോടൊപ്പം തന്നെ വിവിധങ്ങളായിട്ടുള്ള ഓഡിറ്റുകളായാലും കൃത്യമായ രീതിയിൽ മറുപടി കൊടുക്കുക. ഞാൻ ഇന്നത്തെ കൗൺസിൽ യോഗത്തിൽ ഇവർ ഭാരവാഹിയായിരുന്ന മുണ്ടത്തിക്കോട് ഗ്രാമപഞ്ചായത്തിൻ്റെ ഭാരവാഹിയായിരുന്നു ശ്രീ അജിത് കുമാർ. അദ്ദേഹത്തിൻ്റെ കാലഘട്ടം 2010-15 കാലഘട്ടം. ശ്രീ SA ആസാദ് ഭാരവാഹിയായിരുന്ന 95-2000 കാലഘട്ടം. അതിൻ്റെ ലോക്കൽ ഫണ്ട് ഓഡിറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള റിപ്പോർട്ടുകൾ ഒരു പരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോൾ ഒരുപാട് ഫണ്ടുകൾ തടസ്സപ്പെടുത്തുന്ന രീതിയിലുള്ള പരാമർശങ്ങൾ അതിൽ കാണാൻ വേണ്ടി കഴിയുകയാണ്. അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അപ്പോൾ വേറെ വ്യക്തതയില്ലാത്ത രീതിയിൽ എന്തെങ്കിലും പറഞ്ഞു പോകുക എന്നുള്ള സമീപനം സ്വീകരിക്കുകയാണ്. അപ്പോൾ ലോക്കൽ ഫണ്ട് ഓഡിറ്റ് ആയാലും മറ്റു ഓഡിറ്റുകളൊക്കെ ആയാലും അതിൻ്റെ കുറി വന്നാൽ കൃത്യമായി മറുപടി കൊടുക്കാനും കൃത്യമായി മറുപടി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ അംഗീകാരം തരുന്ന ഒരു രീതിയാണ് വിവിധങ്ങളായിട്ടുള്ള ഈ ഓഡിറ്റ് സംവിധാനങ്ങൾക്ക് നിലവിലുള്ളത്. അത് പെരുപ്പിച്ച് കാട്ടിക്കൊണ്ട് തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയാവുന്ന രീതിയിൽ നമ്മുടെ നാട്ടിലെ ചില മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള നടത്തുന്ന ശ്രമം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വികസന പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്താനും ഇല്ലാതാക്കാനുമായിട്ടുള്ള സമീപനമാണ്. പല പരാമർശത്തിലൂടെ തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയാവുന്ന രീതിയിലുള്ള നിലപാടുകൾ സ്വീകരിക്കുകയാണ്. ഇപ്പോൾ നമുക്കറിയാം, വടക്കാഞ്ചേരി നഗരസഭയുടെ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ ഞങ്ങൾ കക്ഷിരാഷ്ട്രീയത്തിനതീതമായി ഡിവിഷനെന്നോ ഡിവിഷൻ കൗൺസിലറെന്നോ അത് UDF എന്നോ BJP എന്നോ വ്യത്യാസമില്ലാതെ എല്ലാ പ്രദേശവും വടക്കാഞ്ചേരി നഗരസഭയുടെ ഭാഗമാണ് എന്ന കാഴ്ചപ്പാടിൻ്റെ ഭാഗമായിട്ടുള്ള നല്ല പ്രവർത്തനം വടക്കാഞ്ചേരി നഗരസഭയ്ക്ക് സംഘടിപ്പിക്കാൻ വേണ്ടി കഴിയുകയാണ്. ഇപ്പം ഇന്നത്തെ കൗൺസിലിൽ വടക്കാഞ്ചേരി ടൗണുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് STP ഏകദേശം 30 ലക്ഷം രൂപയുടെ പ്രൊജക്റ്റാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടപ്പിലാക്കുന്നതിന് വേണ്ടി നഗരസഭ തീരുമാനിച്ചിട്ടുള്ളത്. ആ തീരുമാനത്തിന് വിയോജനം രേഖപ്പെടുത്തുകയാണ്. എന്നാൽ അപ്പുറത്ത് വടക്കാഞ്ചേരിയുടെ പുഴയുടെ മലിനീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമരം നടത്തുമ്പോൾ വടക്കാഞ്ചേരി ടൗൺ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വാർഡൊന്നുമല്ല, അത് UDFിൻ്റെ വാർഡാണ്. വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ ബസ് സ്റ്റാൻഡ് കംഫർട്ട് സ്റ്റേഷൻ നിരന്തരമായി കംഫർട്ട് സ്റ്റേഷൻ്റെ അകത്തുള്ള മാലിന്യങ്ങൾ നീക്കം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന് ശാശ്വതമായ ഒരു പരിഹാരം കാണാൻ ആവശ്യമായിട്ടുള്ള പ്രോജക്റ്റ് സമർപ്പിച്ചപ്പോൾ അതിനും വ്യത്യസ്തമായ രീതിയിലുള്ള അഭിപ്രായങ്ങൾ പറയുന്നൊരു സ്ഥിതി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ നാടിനെ നേരിയാക്കില്ല, ഞങ്ങൾ നാട്ടിലെ ജനങ്ങളോടൊപ്പമല്ല എന്ന നിലപാട് UDF തിരുത്തേണ്ട കാലഘട്ടം കഴിഞ്ഞിരിക്കുകയാണ്. ഒരുപാട് വികസന സാധ്യതകൾ പ്രാദേശിക സർക്കാർ എന്ന രീതിയിൽ
നമ്മുടെ നഗരസഭയ്ക്കകത്ത് നമുക്ക് നടപ്പിലാക്കാൻ വേണ്ടി കഴിയുന്നുണ്ട്. അത് കക്ഷിരാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള നിലപാടുകളാണ് വടക്കാഞ്ചേരി നഗരസഭയ്ക്കകത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ആ വികസന പ്രവർത്തനങ്ങളാകെ കണ്ണടച്ച് ഇരുട്ടാക്കുന്ന രീതിയിലുള്ള നിലപാട് ഇപ്പോൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏത് കാര്യത്തിനും വ്യത്യസ്ത അഭിപ്രായം പറയുക, ഡിസെൻറ്റിൽ നോട്ടെഴുതുക എന്ന രീതിയിലുള്ള സമീപനം നമ്മുടെ നാടിന് യോജിച്ചതാണോ എന്നത് UDFൻ്റെ നേതാക്കന്മാരും കോൺഗ്രസിൻ്റെ നേതാക്കന്മാരും നല്ലതുപോലെ ചിന്തിക്കുന്നത് നല്ലതായിരിക്കും എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്.